അങ്ങനെ നമ്മുടെ കബോർഡിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. അവർ വൈകുന്നേരം തന്നെ കൊണ്ടുവച്ചു. എന്നിട്ട് രാവിലെ 10 മണിയായപ്പോൾ തന്നെ വന്നു. ഇതൊരു 2-3 കൊല്ലത്തിന് മുന്നേ അവനെ ഏൽപ്പിച്ച പണിയാണ് കേട്ടോ. ഇത് അവൻ്റെ കുഴപ്പം കൊണ്ട് താമസമല്ല, നമ്മുടെ കുഴപ്പം കൊണ്ട് താമസിച്ചെന്ന് വെച്ചാൽ തറയിട്ടില്ലായിരുന്നു. അപ്പം താമസമായെങ്കിലും പണികളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്രാവശ്യം ചേട്ടൻ വന്നപ്പോഴായിരുന്നു തറയിടലിന് കഴിഞ്ഞു. അതിനുശേഷം കബോർഡ് 2 കൊണ്ടുവന്നു. ഞാൻ അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. അങ്ങനെ അവരുടെ 2 പേരുടെ റൂമിൽ ഒരാൾക്ക് ഗ്രീൻ കളർ താഴെയും വൈറ്റ് കളർ മുകളിലും, ഒരാൾക്ക് വൈറ്റ് കളർ താഴെയും ഗ്രീൻ കളർ മുകളിലും, അങ്ങനെ 2 പേർക്ക് 2 എണ്ണമായിട്ട് റെഡിയാക്കി വെച്ചു. ഇത് പിന്നെ നമ്മുടെ ഹെൽമെറ്റ് വെക്കാനും ഷൂ വെക്കാനും പിന്നെ ഇതിൻ്റെ മുകളിൽ അവനൊരു അക്വേറിയം വെക്കാനും വേണ്ടിയിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മുടെ പണ്ടത്തെ അലമാര കേട്ടോ. എൻ്റെ കല്യാണത്തിന് തന്ന അലമാരയാണ്. ചെറിയ 3 ഡ്രോ ഉണ്ടായിരുന്നു. 3 ഡ്രോയും ഇളകിപ്പോയി. അതൊരു മൊത്തം കട്ട് ചെയ്തതിന് ശേഷം ഒറ്റ അടപ്പിട്ട് ഇങ്ങനെ ആക്കി തന്നു. അങ്ങനെ നമ്മുടെ അലമാരയുടെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ നമ്മുടെ പിള്ളേരാട്ടോ പണി. എൻ്റെ മാമൻ്റെ മക്കളാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നേരത്തെ നമ്മുടെ കിച്ചൻ്റെ കബോർഡുകളും അവരാ ചെയ്തതെന്ന് ഇതുവരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ 2 കബോർഡിൻ്റെയും പണിയെല്ലാം കഴിഞ്ഞു. സന്ധ്യയായി പണിയെല്ലാം കഴിഞ്ഞപ്പോൾ. പിന്നെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ അവന് വിട്ടുവീഴ്ചയൊന്നും ഇല്ലല്ലോ കേട്ടോ. പറയുന്ന ദിവസം പറയുന്ന സമയം വന്ന് സാധനം എല്ലാം സെറ്റ് ചെയ്ത് ശരിയാക്കി തരും. സന്ധ്യയോടെ നമ്മുടെ പിള്ളേർ 2 തിരിച്ചു പോയത്.